ശ്രീരാമൻ്റെ ബാല്യകാലം ദൃശ്യാവിഷ്കരണം ഭാഗം 3. ഞാൻ നിനക്ക് വരം നൽകുന്നു. ദേവന്മാരോ അസുരന്മാരോ നിന്നെ വധിക്കുകയില്ല. ഞാൻ രാവണൻ, ലങ്കയുടെ ഭരണാധികാരി. എന്റെ ശക്തിയെ വെല്ലാൻ ആർക്കും കഴിയില്ല. ധർമ്മത്തിനായി ഞങ്ങൾ അവനെ നേരിടും. രാക്ഷസരാജാവായ രാവണനോട് ദേവന്മാർക്കുള്ള കോപം നാൾക്കുനാൾ വർദ്ധിച്ചു വരികയായിരുന്നു. 10 തലകളും 20 കൈകളുമുള്ള അമാനുഷിക ശക്തികളുള്ള ഒരു സാധാരണ രാക്ഷസനായിരുന്നില്ല അവൻ. എന്നാൽ ആ കഴിവുകളെല്ലാം ദേവന്മാരെയും ഋഷീശ്വരന്മാരെയും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് തടയാനാണ് രാവണൻ ഉപയോഗിച്ചിരുന്നത്. അത് പുണ്യപുരുഷന്മാർക്ക് വലിയൊരു അപമാനമായി മാറി. രാവണൻ്റെ അക്രമങ്ങൾ പരിധിവിട്ടപ്പോൾ ലോകപാലകനായ വിഷ്ണു ഭഗവാൻ ഇടപെടാൻ തീരുമാനിച്ചു. എന്നാൽ ഒരു തടസ്സമുണ്ടായിരുന്നു. മുൻപെന്നോ ലഭിച്ച ഒരു അപൂർവ വരം കാരണം രാവണന് ദേവന്മാരിൽ നിന്നോ അസുരന്മാരിൽ നിന്നോ മരണം ഉണ്ടാകുമായിരുന്നില്ല. വിഷ്ണു ഭഗവാൻ ആലോചിച്ചു. അഹങ്കാരിയായ രാവണൻ തന്നെക്കാൾ നിസ്സാരനെന്ന് കരുതിയ ചില ജീവികളിൽ നിന്ന് മാത്രമാണ് സംരക്ഷണം ചോദിക്കാതിരുന്നത്, മനുഷ്യരിൽ നിന്നും കുരങ്ങുകളിൽ നിന്നും. അതിനാൽ രാവണനെ വധിക്കാനായി ഒരു മനുഷ്യനായി അവതരിക്കാൻ വിഷ്ണു തീരുമാനിച്ചു. ഈ തീരുമാനം ദേവന്മാർക്കും ഋഷിമാർക്കും വലിയ ആശ്വാസമായി. അതിനായി മഹാവിഷ്ണു ദശരഥ മഹാരാജാവിൻ്റെ അടുക്കലേക്ക് ഒരു ദിവ്യദൂതനെ അയച്ചു. പാലും അരിയും ചേർത്ത് തയ്യാറാക്കിയ വിശേഷപ്പെട്ട പായസവുമായാണ് ദൂതൻ എത്തിയത്. ഈ ദിവ്യ പായസം അങ്ങയുടെ 3 ഭാര്യമാർക്കുമായി വീതിച്ചു നൽകുക. ഇതിൻ്റെ ഫലമായി അങ്ങയ്ക്ക് പരാക്രമികളായ പുത്രന്മാർ ജനിക്കും എന്ന് അരുളി ചെയ്ത് ആ ദൂതൻ അപ്രത്യക്ഷനായി. രാജാവ് ആ പായസം തൻ്റെ പത്നിമാർക്ക് നൽകി. അത് കഴിച്ച മാത്രയിൽ തന്നെ മൂവരുടെയും മുഖത്ത് ഒരു ദിവ്യമായ തേജസ് വിളങ്ങി നിന്നു. ഞാൻ നിനക്ക് വരം നൽകുന്നു. ദേവന്മാരോ അസുരന്മാരോ നിന്നെ വധിക്കുകയില്ല. ഞാൻ രാവണൻ, ലങ്കയുടെ ഭരണാധികാരി. എന്റെ ശക്തിയെ വെല്ലാൻ ആർക്കും കഴിയില്ല. ധർമ്മത്തിനായി ഞങ്ങൾ അവനെ നേരിടും. അഹങ്കാരികളെ, എന്റെ ശക്തിയുടെ മുന്നിൽ നിങ്ങൾക്ക് നിലനിൽപ്പില്ല. ജയ് രാവണ! ദിവ്യപ്രസാദം സ്വീകരിക്കാൻ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ നന്ദിയുള്ളവനാണ്. ഇത് ദേവലോകത്തിന്റെ സമ്മാനമാണ്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഈ പായസം ഭാര്യമാർക്ക് കൊടുക്കാം. കുട്ടികളുണ്ടാവാൻ. ഇത് നിങ്ങൾക്ക്. നന്ദി. ഇതെനിക്ക്. വളരെ സന്തോഷം. ഇത് വളരെ രുചികരമാണ്. അതെ, വളരെ നല്ലത്.